ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നിയമസഭയിലും രാജ്യസഭയിലും ഉൾപ്പെട്ടിട്ടുള്ള സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്പർ 5, രമേശ് പിഷാരടി. പ്രശസ്ത നടനും സംവിധായകനും കൊമേഡിയനും എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് INC വേണ്ടി പാലക്കാടിനെ പ്രതിനിധീകരിച്ച് MLA ആയി. 2026 മുതൽ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം കേരളത്തിലുടനീളമുള്ള മിക്ക കോൺഗ്രസ് പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്പർ 4, ദലീമ. 2021 അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച പ്രശസ്ത പിന്നണി ഗായികയാണ് ഇവർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെ 6077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ദലീമ നിയമസഭയിലേക്ക് എത്തിയത്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെ പ്രശസ്തിയായ ഇവർ ധാരാളം ഹിറ്റ് ഗാനങ്ങളും പാടിയിട്ടുണ്ട്. നമ്പർ 3, മുകേഷ്. 2016 മുതൽ 2026 വരെ തുടർച്ചയായി 2 തവണ കൊല്ലം നിയോജക മണ്ഡലത്തെ MLA ആയി പ്രതിനിധീകരിച്ച മുതിർന്ന മലയാള നടനാണ് ഇദ്ദേഹം. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം 275ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. നമ്പർ 2, KB ഗണേഷ് കുമാർ. 2023 ഡിസംബർ 29 മുതൽ 2026 മെയ് 4 വരെ കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഇദ്ദേഹം 2001 മുതൽ പത്തനാപുരത്ത് നിന്നുള്ള നിയമസഭാ അംഗമായും 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയുമായിരുന്നു. നമ്പർ 1, സുരേഷ് ഗോപി. 2024 ജൂൺ 9 മുതൽ 3ാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി തുടരുന്ന തൃശൂരിൽ നിന്നുള്ള ലോകസഭാംഗവും കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോകസഭാംഗവും 2016 മുതൽ 2021 വരെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന പ്രശസ്തനായ മലയാള ചലച്ചിത്ര അഭിനേതാവ് കൂടിയാണ് ഇദ്ദേഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൽ ഏത് നടന്മാരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ അതൊന്ന് കമന്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.